യൂട്യൂബ് ചാനലായ റൂൾസ് ആർ ഗോഡ്സ് ദി സ്റ്റാഫ് ക്ലാസ് റൂമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കേരള അക്കൗണ്ട് കോഡിൻ്റെ ആർട്ടിക്കിൾ 25 ആണ് എടുത്ത് നിർത്തിയത്. സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ അന്ന് നിർത്തുകയായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് ഈ എപ്പിസോഡെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളത് വാച്ച് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്തത് നമ്മൾ ഈ ചാനലിൽ എടുക്കുന്നത് ആർട്ടിക്കിൾ 26A മുതലാണ്. അതിനു മുൻപ് ചില കാര്യങ്ങൾ പറയട്ടെ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന സബ്സ്ക്രൈബ് എന്ന ബട്ടൺ അമർത്തുക. എന്നിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തി ആൾന്ന ഓപ്ഷൻ കൂടി നിങ്ങൾ പ്രസ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്ന ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ക്രമമായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. അതാത് സമയം തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുമെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. ഒരു സന്തോഷ വാർത്ത കൂടെ ഈ തരുണത്തിൽ നിങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ കലാകൗമുദി ഡെയിലി ന്യൂസ് പേപ്പറിൽ ഒരു പുതിയ കോളം, സർവീസ് കോർണർ എന്ന് പറഞ്ഞ ഒരു കോളം, സർവീസ് മാറ്റേഴ്സുമായിട്ട് വരുന്ന സംശയങ്ങളും അതിൻ്റെ നിവാരണങ്ങളുമാണ്. അത് കൈകാര്യം ചെയ്യുന്നത് ഞാനാണ്. അപ്പോൾ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർക്കുണ്ടാകുന്ന എല്ലാ സംശയങ്ങൾക്കും അവർക്ക് എന്നോട് ആവശ്യപ്പെടാം. അതിനുള്ള മറുപടിയും ലഭിക്കും. ഇന്നത്തെ പേപ്പറിൽ, അതായത് നവംബർ 2 തിങ്കളാഴ്ച അതിൻ്റെ ആദ്യ പങ്ക്തി റിലീസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നോക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും അവിടെയും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഒരുപാട് സംശയങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ ആ സംശയ നിവാരണം നിങ്ങൾക്ക് എങ്ങനെ നടത്താൻ പറ്റും എന്ന ഒരു അന്വേഷണത്തിലൂടെയാണ് ഈ നമ്മുടെ വീഡിയോസ് എല്ലാം ഇട്ടിരിക്കുന്നത്. ഒരു രസകരമായൊരു ക്വസ്റ്റ്യൻ ഒരു ക്ലാസ് എടുക്കുമ്പോൾ, IMGയിൽ ഒരു ക്ലാസ് എടുക്കുമ്പോൾ എന്നോട് ചോദിച്ചത്, സാർ, ഒരു പെൻഷനറുടെ DCRGയിൽ നിന്ന്, അതായത് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് എന്നോട് ചോദിച്ചത്, ഒരു പെൻഷനറുടെ DCRGയിൽ നിന്ന് ഒരു തുക വിത്ത്ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു. അയാളുടെ ഓഡിറ്റ് കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് വിത്ത്ഹോൾഡ് ചെയ്ത് വെച്ചത്. പക്ഷേ ഇപ്പോൾ 1-2 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം അതെല്ലാം ക്ലിയർ ചെയ്തു, ഓഡിറ്റ് ഒബ്ജക്ഷൻസ് ഒക്കെ ക്ലിയർ ചെയ്തു, അത് റിലീസ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അത് റിലീസ് ആവുന്നില്ല എന്ന രസകരമായൊരു ചോദ്യമായിരുന്നു എന്നോട് ചോദിച്ചത്. ഇങ്ങനെ അനേകം സംശയങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ പ്രധാന കാരണം അക്കൗണ്ട് കോഡും അതിൻ്റെ ക്ലാസിഫിക്കേഷൻസും എങ്ങനെയാണ് ഓരോ ഹെഡും ഓപ്പറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ആധികാരികമായ അറിവില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഈ ചാനൽ വളരെ ഗൗരവമായിട്ടാണ് ഈ വിഷയങ്ങളെയൊക്കെ നേരിടുന്നത്. ഈ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മളുടെ ഈ സബ്ജക്റ്റ് പൂർണ്ണമാകുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകുന്നതായിരിക്കും. ഈ അക്കൗണ്ട് കോഡ്, ട്രഷറി കോഡ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നത് എങ്ങനെയെങ്കിലും അക്കൗണ്ട് ടെസ്റ്റ് പാസ്സായി കഴിയുക, പിന്നെ അത് മറക്കുക എന്നുള്ളതാണ്. അക്കൗണ്ട് ടെസ്റ്റ് പാസ്സാകുന്നത് പ്രാധാന്യം അർഹിക്കുന്ന കാര്യം തന്നെയാണ്. നിങ്ങളുടെ പ്രൊബേഷൻ കംപ്ലീറ്റ് ചെയ്യാനും പ്രൊമോഷൻസ് കിട്ടാനും ഒക്കെ അത് അനിവാര്യമാണ്, നല്ല കാര്യം തന്നെയാണെന്ന് എനിക്കും അറിയാം. പക്ഷേ ആധികാരികമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വിഷയങ്ങളെ നമുക്ക് നേരിടാനും അതുവഴി അതിനാവശ്യമായിട്ടുള്ള സംശയ നിവാരണം അല്ലെങ്കിൽ ആ പ്രശ്നം സോൾവ് ചെയ്യാനും നിങ്ങൾക്ക് അറിയണമെങ്കിൽ ആധികാരികമായ ഒരു അറിവ് സമ്പാദിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ അങ്ങനെ ഒരു അറിവ് സമ്പാദിക്കണമെങ്കിൽ ആ വിഷയത്തിൽ നല്ല അഗാധമായ അറിവ് വേണം. അങ്ങനെ ഒരാൾ ഒരു ഓഫീസിലിരുന്നാൽ നിങ്ങൾക്കറിയാം, നിങ്ങളുടെ SS-ന് അത് നല്ലതാണ്. പക്ഷെ അതിനപ്പുറം ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നിങ്ങളെ കൊണ്ട് ബെനിഫിറ്റഡ് ആവുകയാണ്, നിങ്ങളൊരു അനുഗ്രഹമായി മാറുകയാണ് ഡിപ്പാർട്ട്മെൻറ്റിന്. ഈ ചിന്തകളോടുകൂടിയൊക്കെ നമുക്ക്
നമ്മുടെ പുതിയ ഈ എപ്പിസോഡിലേക്ക് പ്രവേശിക്കാം. ആർട്ടിക്കിൾ 26A ഓഫ് കേരള അക്കൗണ്ട് കോഡ് പാർട്ട് 1 ഞാനൊന്ന് വായിക്കാം. അത് മേജർ, മൈനർ, സബ് ആൻഡ് ഡീറ്റെയിൽഡ് ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ് ആണ്. ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് ദി മേജർ ഹെഡ്. Major head is divided into minor heads. Sometimes major heads are divided into sub-major heads also before minor heads. Minor heads are divided into sub-heads. Sub-heads are divided into detailed heads. Generally, this arrangement constitutes a 5-tier arrangement of classification. But in Kerala, a 6th tier is also operated under detailed head, which is the object head of classification. ഇത് പുതിയ കാര്യമല്ല. നമ്മൾ പലതവണ പല എപ്പിസോഡുകളിലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതായത് മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ, അക്കൗണ്ട് കോഡിനൊരു ചോദ്യമാണിത്. മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് മേജർ ഹെഡാണ്. അപ്പം അതിന് മുൻപ് സെക്ടറും സബ് സെക്ടറും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ അതല്ല ഇപ്പോൾ പുതിയ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ നമ്മൾ മേജർ ഹെഡിനെയാണ് മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ആ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ദി മേജർ ഹെഡ്, 4 ഡിജിറ്റ് നമ്പർ, നിങ്ങൾക്കറിയാം, ഫംഗ്ഷനെ സൂചിപ്പിക്കുന്നതാണ്. അതിൻ്റെ താഴെയാണ് മൈനർ ഹെഡ്സ്. പക്ഷേ മേജർ ഹെഡിന് താഴെ ചില ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് സബ് മേജർ ഹെഡുകളും ഉണ്ടാകാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, അവരുടെ മേജർ ഹെഡ് 0210. അതിൻ്റെ താഴെ അവർക്ക് അലോപ്പതി, ആയുർവേദ, ഹോമിയോപ്പതി, യുനാനി എന്നൊക്കെ പറഞ്ഞിട്ട് സബ് മേജർ ഹെഡ്സ് ഉണ്ട്. അത് വേറെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ്. പക്ഷേ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താഴെ വരുന്ന ഉപവകുപ്പുകളാണ്. അതാണ് മേജർ ഹെഡ്, സബ് മേജർ ഹെഡ്. അതൊരു 2 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നോക്കൂ, മേജർ ഹെഡ്, അതിൻ്റെ താഴെ സബ് മേജർ ഹെഡ്, അതിൻ്റെ താഴെയാണ് മൈനർ ഹെഡ്. ഇനി സബ് മേജർ ഹെഡ് ഇല്ലാത്ത കേസുകളിൽ നിങ്ങൾ 000 എന്ന് എഴുതണം. ഇല്ലാത്തത് കൊണ്ട് ആ 2 ഡിജിറ്റ് നമ്പർ എഴുതണ്ടെന്ന് ധരിക്കരുത്. 2 ഡിജിറ്റ് നമ്പർ എഴുതണം. കാരണം സബ് മേജർ ഹെഡ് ഇല്ലാന്ന അർത്ഥത്തിലാണ്. അപ്പോൾ അർത്ഥത്തോടു കൂടിയാണ് നമ്മൾ 2 ഡിജിറ്റ് നമ്പരും ഇടുന്നത്. അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്താം. ദ മെയിൻ യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഇസ് ദ മേജർ ഹെഡ്. അതിൻ്റെ താഴെ സബ് മേജർ ഹെഡ് വരാം. സബ് മേജർ ഹെഡ് ഇല്ലാത്ത കേസിൽ 2 ഡിജിറ്റ് നമ്പർ 00 എന്ന് എഴുതുക. അതല്ല സബ് മേജർ ഹെഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ 01 അലോപ്പതി, 02 ഹോമി, അങ്ങനെയൊക്കെ നമ്മൾ എക്സാമ്പിളാണ് പറയുന്നത്. അങ്ങനെയൊക്കെ വരാം. ഇനി അതിൻ്റെ താഴെയാണ് മൈനർ ഹെഡ്. ഇനി ആ മൈനർ ഹെഡിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. മൈനർ ഹെഡിന് താഴെയാണ് സബ് ഹെഡ്. മൈനർ ഹെഡ് ഒരു 3 ഡിജിറ്റ് നമ്പറാണ്. സബ് ഹെഡ് അഗെയിൻ 2 ഡിജിറ്റ് നമ്പറാണ്. ആ സബ് ഹെഡിന് താഴെയാണ് ഡീറ്റെയിൽഡ് ഹെഡ്. അത് അപ്പോൾ ഇങ്ങനെ മേജർ ഹെഡ്, സബ് മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ്. ഇതൊരു 5 ടയർ ക്ലാസിഫിക്കേഷൻ ആണ്. ഇന്ത്യ ആകമാനം അതാണ് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പുതിയ ഫൈനാൻഷ്യൽ റിവിഷനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ, സ്ട്രക്ചർ ഒക്കെ റിവൈസ് ചെയ്തപ്പോൾ കേരളത്തിലും അതുപോലെ ഇന്ത്യയിലെ മറ്റ് ചില സ്റ്റേറ്റുകളിലും 6 ടയർ ക്ലാസിഫിക്കേഷൻ ആക്കി അതിനെ മാറ്റിയിട്ടുണ്ട്. അതാണ് ഇൻ കേരള എ 6th ടയർ ഈസ് ആൾസോ ഓപ്പറേറ്റഡ് അണ്ടർ ഡീറ്റെയിൽഡ് ഹെഡ്, വിച്ച് ഈസ് ദി ഓബ്ജക്റ്റ് ഹെഡ് ഓഫ് ക്ലാസിഫിക്കേഷൻ. ആ 6th ടയറിനെയാണ് നമ്മൾ ഓബ്ജക്റ്റ് ഹെഡ് എന്ന് പറയുന്നത്. അപ്പം മേജർ ഹെഡ്, സബ് മേജർ ഹെഡ്, മൈനർ ഹെഡ്, സബ് ഹെഡ്, ഡീറ്റെയിൽഡ് ഹെഡ് ആൻഡ് ഓബ്ജക്റ്റ് ഹെഡ്. ഓബ്ജക്റ്റ് ഹെഡാണ് കേരളത്തിൽ യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ചെറിയ ഘടകമായിട്ട് വരുന്നത് അതാണ്. അപ്പോൾ ഇങ്ങനെ 6 ടയർ ക്ലാസിഫിക്കേഷനാണ് കേരളത്തിൽ. ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ചൊക്കെ അടുത്ത സ്ലൈഡുകളിലൊക്കെ നിങ്ങൾക്ക് ബോധ്യമാകുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ ഒന്നുകൂടി 6 ടയർ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാക്കും. അടുത്തത് 6 ടയർ ക്ലാസിഫിക്കേഷൻ ഞാൻ കുറച്ചുകൂടെ വിശദമായി ഈ സ്ലൈഡിലൂടെ നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഫസ്റ്റ് ടയർ ഫങ്ഷൻ, അതാണ് മേജർ ഹെഡ്. സെക്കൻഡ് ടയർ സബ് ഫങ്ഷൻ, സബ് മേജർ ഹെഡ്. തേർഡ് ടയർ പ്രോഗ്രാം, മൈനർ ഹെഡ്. ഫോർത്ത് ടയർ സ്കീം, സബ് ഹെഡ്. ഫിഫ്ത്ത് ടയർ സബ് സ്കീം, ഡീറ്റെയിൽഡ് ഹെഡ്. സിക്സ്ത് ടയർ ഓബ്ജക്റ്റ്, that is object head. And
അങ്ങനെയാണ് 6 ടയർ ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് ടയർ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷനാണ്, അത് മേജർ ഹെഡാണ്. ഇപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് അലോട്ട് ചെയ്യുന്ന നമ്പറാണത്. അഗ്രികൾച്ചർ ഈസ് എ ഫംഗ്ഷൻ എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ മേജർ ഹെഡുണ്ട്. അതിൻ്റെ താഴെ സബ് മേജർ ഹെഡുണ്ട്, അത് ഉപവകുപ്പാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ താഴെയാണ് പ്രോഗ്രാം എന്താണെന്ന് പറഞ്ഞു. ആ ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുക്കുന്ന പ്രോജക്റ്റുകളെയാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഒരു പ്രോജക്റ്റ് ആണെങ്കിലും പ്രോഗ്രാം എന്നാണ് നമ്മൾ പറയുന്നത്. അതിന് മൈനർ ഹെഡാണ്, അത് 3 ഡിജിറ്റ് നമ്പറാണ്. അതിൻ്റെ താഴെയാണ് സബ് ഹെഡ്, അത് സ്കീമാണ്. ആ പ്രോജക്റ്റിൻ്റെ നിർവഹണത്തിന് ആവശ്യമായി വരുന്ന സ്കീമിനെയാണ് നമ്മൾ സബ് ഹെഡ് എന്ന് പറയുന്നത്, 2 ഡിജിറ്റ് നമ്പർ. അതിൻ്റെ താഴെ ഡീറ്റെയിൽഡ് ഹെഡാണ്, അതൊരു 2 ഡിജിറ്റ് നമ്പർ, അത് സബ് സ്കീമാണ്. ഏറ്റവും അവസാനം ഓബ്ജക്റ്റ് ഹെഡാണ്, അത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചറാണ്. സാലറിയിൽ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ നിങ്ങൾക്കറിയാം, TAD, അതെല്ലാം വരുന്നത് ഓബ്ജക്റ്റ് ഹെഡിലാണ്. ഇതാണ് 6 ടയർ ക്ലാസിഫിക്കേഷൻ. പരീക്ഷയ്ക്ക് PSCയിൽ ചോദിക്കാറുള്ളത് 5 ടയർ എന്നാണ്. കാരണം ഈ ചേഞ്ച് നമ്മുടെ അക്കൗണ്ട് കോഡ് പുസ്തകത്തിൽ ഇതുവരെ വരുത്തിയിട്ടില്ലാത്തത് കൊണ്ടാവാം. പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ അങ്ങനെ എഴുതിക്കോളൂ. പക്ഷേ ദ കറക്റ്റ് പൊസിഷൻ ഈസ് ദാറ്റ് ഇൻ കേരള 6 ടയർ ക്ലാസിഫിക്കേഷൻ ഈസ് ഇൻ വർക്ക്. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ നമുക്ക് വിശദീകരിക്കാം. ജനറലി the detailed head is considered the last tier of classification. It is also considered as a primary unit of appropriation. അത് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ്. പ്രൈമറി യൂണിറ്റ് ഓഫ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ക്ലാസിഫിക്കേഷൻ്റെ ഏറ്റവും താഴ്ന്ന യൂണിറ്റ് ആയതുകൊണ്ടാണ് അതിന് പ്രൈമറി യൂണിറ്റ് ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ബട്ട് as I told you earlier, in Kerala, as object heads are operated below the detailed head. ഡീറ്റെയിൽഡ് ഹെഡ് കഴിഞ്ഞിട്ട് ഒരു ഹെഡ് കൂടി കേരളത്തിലെ അക്കൗണ്ടിങ് സിസ്റ്റത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓബ്ജക്റ്റ് ഹെഡ്സ് ആർ കൺസിഡേർഡ് ദ ലാസ്റ്റ് ടയർ ഓഫ് ക്ലാസിഫിക്കേഷൻ ആസ് ദ പ്രൈമറി യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ. ആ പ്രൈമറി യൂണിറ്റ് ഓഫ് അപ്രോപ്രിയേഷൻ ആയിട്ട്, അതായത് ഫണ്ട് അലോട്ട് ചെയ്യുന്നതിൽ ഏറ്റവും അവസാനത്തെ ഘടകമായിട്ട് കേരളയിൽ ഓബ്ജക്റ്റ് ഹെഡിനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതിൻ്റെ നോട്ട് കൂടി നോക്കൂ. ആസ് ദ കേരള അക്കൗണ്ട് കോഡ് ഹാസ് നോട്ട് ബീൻ റിവൈസ്ഡ് ഫോർ കേരള PSC, ക്വസ്റ്റ്യൻസ് where object head is not given as an option, the answer may be given as detailed head. Object head എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യനിൽ ഇല്ലെങ്കിൽ നിങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി മാത്രം ഡീറ്റെയിൽഡ് ഹെഡ് എന്ന് എഴുതിക്കൊള്ളൂ. അടുത്തത് ആർട്ടിക്കിൾ 27 ആണ്. ഓപ്പണിംഗ് ഓഫ് ന്യൂ ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സിനെ കുറിച്ചാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ദി ഇൻട്രൊഡക്ഷൻ ഓഫ് എനി ന്യൂ മേജർ മൈനർ ഹെഡ് ആസ് വെൽ ആസ് ദി അബോളിഷൻ ഓഫ് change of nomenclature of any existing heads requires the approval of C&AG. അതായത് ഈ 8,999 എന്ന് പറയുന്ന അത്രയും ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സിൽ ഒരുപാട് വേക്കൻ്റ് ആയിട്ടുള്ള ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിന് C&AGയുടെ അംഗീകാരം വേണം. C&AG അംഗീകാരം കൊടുക്കുന്നത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ടാണ്. അത്ര ഗൗരവമേറിയ ഒരു കാര്യമാണ് ഒരു ഹെഡ് ഓഫ് അക്കൗണ്ട് മാറ്റുക എന്ന് പറയുന്നത്. കാരണം ഇതിൻ്റെ ഫോമും മെത്തേഡ് ഓഫ് അക്കൗണ്ടിങ് എല്ലാം ആത്യന്തികമായി C&AGയുടെ നിയന്ത്രണത്തിലാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇൻ ദ കേസ് ഓഫ് ഡീറ്റെയിൽഡ് ഹെഡ്സ്, ദി AG ഷാൽ ഹാവ് എ ഡിസ്ക്രിഷൻ ടു ഓപ്പൺ ന്യൂ ഹെഡ്സ്. അതായത് ഏറ്റവും താഴത്തെ ഹെഡ്സ് ഡീറ്റെയിൽഡ് ഹെഡ്, പക്ഷേ കേരളത്തിലെ ഓബ്ജക്റ്റ് ഹെഡ്. ആ ഓബ്ജക്റ്റ് ഹെഡിൽ ഒരു പുതിയ ഐറ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അക്കൗണ്ടന്റ് ജനറലിൻ്റെ അംഗീകാരം മാത്രം മതിയാവും. പക്ഷേ ഡീറ്റെയിൽഡ് ഹെഡ് ഒഴികെ വേറെ ഏത് ഹെഡിലും ചേഞ്ച് വരുത്തണമെങ്കിൽ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയുടെ അംഗീകാരം വേണ്ടിവരും. അടുത്തത് ഞാൻ പറഞ്ഞു, ഒരു പുതിയ ഹെഡ് ഓഫ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആസ് സച്ച് 0002 to 8,999 എന്ന് പറയുന്ന ഹെഡാണ്. നിങ്ങൾക്കറിയാം, അതിൽ ഫസ്റ്റ് ഹെഡ് ഓഫ് അക്കൗണ്ട് ഇപ്പോൾ ഉള്ളത് 0020 ആണ്. അത് കോർപ്പറേഷൻ ടാക്സ് ആണ്. 19 വരെ ഇപ്പോൾ വേക്കൻ്റ് ആണ്. പക്ഷേ ഇപ്പോൾ GST ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം പുതിയ ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മളിവിടെ കാണുന്നത്. അത് ഏതാണെന്ന് നോക്കാം. ഇപ്പോൾ GST ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം എക്സാമ്പിൾ ഫോർ ഓപ്പണിംഗ് ഓഫ് ന്യൂ മേജർ ഹെഡ്സ് വിത്ത് ദി ഇൻട്രൊഡക്ഷൻ ഓഫ് GST, ന്യൂ മേജർ minor heads were opened by C&AG with the approval of the President with effect from
2017-18 മുതലാണ് ഈ പുതിയ ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് വളരെ പ്രയോജനം ചെയ്യും. കാരണം നിങ്ങളൊക്കെ GST ഒക്കെ പിടിച്ചിട്ട് അത് എവിടെയാണ് വെക്കുന്നതെന്നോ ഏത് ഹെഡിലാണ് അത് ക്രെഡിറ്റ് ചെയ്യുന്നതെന്നോ ഒന്നും അറിയാൻ പാടില്ലാത്തൊരു സ്റ്റേജിലാണ് പലരും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതിൻ്റെ നിവാരണമാണ് ഈ സ്ലൈഡ് എന്ന് ഓർക്കുക. ദ ഹെഡ്സ് ഓപ്പൺഡ് ആൻഡ് ദെയർ നോമൻക്ലേച്ചേഴ്സ് ആർ ആസ് ഫോളോസ്. ഞാനതൊന്ന് വായിക്കാം. ഹെഡ് ഓഫ് അക്കൗണ്ട് 0005 ആണ്. അത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് CGST ആണ്, സെൻട്രൽ GST ആണ്. 0006 സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് SGST, സ്റ്റേറ്റിൻ്റെ GST ആണ്. 0007 യൂണിയൻ ടെറിട്ടറിയുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് UT GST ആണ്. 0008 ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, അതായത് ഇൻ്റഗ്രേറ്റഡ് GST, അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും സെൻട്രൽ ഗവൺമെൻറ്റിനും കൂടി ഈടാക്കുന്ന GST ആണത്. പിന്നീട് അത് ഷെയർ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെയാണ് 2042 എന്ന് പറയുന്നതിൻ്റെ എക്സ്പെൻഡിച്ചർ ഹെഡാണ് കറസ്പോണ്ടിങ്. അത് 2042 എന്ന് പറഞ്ഞാൽ കളക്ഷൻ ചാർജസ് അണ്ടർ CGST ആൻഡ് IGST, അവിടെയാണ് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നത്. 2043 കളക്ഷൻ ചാർജസ് അണ്ടർ SGST, 2044 കളക്ഷൻ ചാർജസ് അണ്ടർ SGST. അതുപോലെ തന്നെ ആസ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഹെഡ് ഓഫ് അതർ ഫിസിക്കൽ സർവീസസ്, ആൾറെഡി ഫിസിക്കൽ സർവീസസിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഒരു ഹെഡ് ഇപ്പോൾ തന്നെ ഉണ്ട്. അത് 4047, that is already in existence, and new minor heads for capital outlay on GST were opened. അതിൻ്റെ താഴെ, ആ ക്യാപിറ്റൽ ഹെഡിന് താഴെ ഈ GST ആയിട്ട് ബന്ധപ്പെട്ട് പുതിയ മൈനർ ഹെഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അണ്ടർ ദി മേജർ ഹെഡ് 407 ആൻഡ് അതോറിറ്റി ഞാനിവിടെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഫോർ ദി അബവ് ചേഞ്ചസ് ഈസ് T/14/18/09/2015 GST കോഡ്. അത് നിങ്ങൾ ഓർക്കുക. അപ്പോൾ മൈനർ ഹെഡ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇതാണ്. 0005 അതിൻ്റെ നോമൻക്ലേച്ചർ സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, 006 സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്, 007 യൂണിയൻ ടെറിട്ടറി ഗുഡ്സ് ആൻഡ് സർവീസസ് ആക്ട്. ഇത്രയാണ് ഇപ്പോൾ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഹെഡ്സ്. അടുത്തത് ആർട്ടിക്കിൾ 28 ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും ഞാനൊന്ന് വായിക്കാം. Voted and charged expenditure which is subject to the vote of the legislature is called voted expenditure. ഇപ്പോൾ ബഡ്ജറ്റൊക്കെ പാസ്സാകുമ്പോൾ വോട്ടിനിട്ട് പാസ്സാക്കിയിട്ടാണ് അത് ഓതറൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വരുന്ന ചെലവുകളെയാണ് voted expenditure. എക്സാമ്പിൾ സാലറി. Expenditure which is charged on the consolidated fund of a union state union territory is called charged expenditure ആണ്. It does not require vote of the legislature. ലെജിസ്ലേച്ചറിൻ്റെ അംഗീകാരം ഇല്ലാതെ തന്നെ ചെലവഴിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അധികാരം കൊടുക്കുന്നതാണ് ഈ ചാർജ്ഡ് ഐറ്റം. അപ്പോൾ നിങ്ങൾ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ കാണാം, ഓരോ പ്ലാൻ നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചറിൻ്റെയും കൂടെ വോട്ടഡ് ചാർജ്ഡ് എന്ന് പറയുന്ന നോമൻക്ലേച്ചർ കൂടി ആഡ് ചെയ്തിട്ടുണ്ടാകും. സോ വൈൽ പ്രിപ്പയറിംഗ് ദി അക്കൗണ്ട്സ് ബോത്ത് കാറ്റഗറീസ് മേ ബി ഷോൺ സെപ്പറേറ്റ്ലി. ഇത് രണ്ടും പ്രത്യേകം കാണിക്കേണ്ടതാണ്. ദെൻ ദി എക്സ്പ്രഷൻ വേർഡ് voted or charged shall be appended to the heads of accounts. അപ്പോൾ ഓരോ ഹെഡ് ഓഫ് അക്കൗണ്ടിൻ്റെയും കൂടെ വോട്ടഡും ചാർജെന്നും ചാർജിലെന്നും കൃത്യമായിട്ട് നോട്ട് ചെയ്യുകയും വേണ്ടതാണ്. അടുത്തത് ആർട്ടിക്കിൾ 29. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആസ് ദി അതോറിറ്റി ടു ഡിറ്റർമിൻ ദ ക്ലാസിഫിക്കേഷൻ. അതായത് നമ്മൾ ഇതേവരെ പറഞ്ഞ ക്ലാസിഫിക്കേഷൻസൊക്കെ ആത്യന്തികമായി നിർണ്ണയിക്കുന്നത് C&AG ആണ്. Under Article 150 of the Constitution, the accounts of the Union and of the states shall be kept in such form as the C&AG may, with the approval of the President, prescribe. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ 150 അനുസരിച്ച് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അക്കൗണ്ട്സ് C&AG പ്രസിഡൻറ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് തയ്യാറാക്കുന്ന ആ നിശ്ചിത ഫോമിൽ തന്നെ ആയിരിക്കണം. ഇനി ദ വേർഡ് ഫോം നോട്ട് ഓൺലി ഇൻക്ലൂഡ്സ് ദ ഫോം ഇൻ വിച്ച് ദി അക്കൗണ്ട്സ് ആർ കെപ്റ്റ്. ഫോം എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ മനസ്സിലാവുന്നൊരർത്ഥമുണ്ട്. പക്ഷേ ഇവിടെ ഫോം എന്ന് പറയുന്ന വാക്ക് കുറച്ചുകൂടെ അർത്ഥതലങ്ങളുള്ളതാണ്. അതായത് ദ അപ്രോപ്രിയേറ്റ് ഹെഡ്സ് അണ്ടർ വിച്ച് ട്രാൻസാക്ഷൻ ഹാവ് ടു ബി എൻറ്റേർഡ്.
ആ ഫോർമാറ്റ് മാത്രമല്ല, കൃത്യമായ ഹെഡ് ഓഫ് അക്കൗണ്ടുകളിലൂടെ ആയിരിക്കണം ഓരോ ട്രാൻസാക്ഷനും റൂട്ട് ചെയ്യപ്പെടേണ്ടത്. Thus, C&AG, with the approval of the President, is the authority to determine the classification of any transaction. അപ്പോൾ ആത്യന്തികമായ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളിൽ നിർണയങ്ങൾ അല്ലെങ്കിൽ അതോറിറ്റി എന്ന് പറയുന്നത് C&AG തന്നെ ആണ്. Provision made in the estimates of receipts and expenditures framed by the government. ഗവൺമെൻറ് തയ്യാറാക്കുന്ന വരവ് ചെലവ് കണക്കുകളുടെ എസ്റ്റിമേറ്റ്, അതിൽ പറയുന്ന ഹെഡ്സ് ഓഫ് അക്കൗണ്ട്സ് ഇറ്റ് ഷുഡ് കൺഫോം ടു ദി റൂൾസ് ഓഫ് ക്ലാസിഫിക്കേഷൻ പ്രിസ്ക്രൈബ്ഡ്. ഇതുപോലെ C&AG പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യയുമായി കൺസൾട്ട് ചെയ്ത് തയ്യാറാക്കുന്ന അതേ ക്ലാസിഫിക്കേഷനിന് അനുസരിച്ചായിരിക്കണം ആ അക്കൗണ്ട്സും തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഒരു സംശയമില്ല, നമ്മുടെ രാജ്യത്ത് ഉടനീളം ഒരേ ഫോമിലായിരിക്കും അക്കൗണ്ട്സ് തയ്യാറാക്കപ്പെടുന്നത്. അത് C&AG ആണ് രാജ്യത്തിൻ്റെ മുഴുവൻ അക്കൗണ്ട്സും തയ്യാറാക്കുന്നത്. അടുത്തത് ആർട്ടിക്കിൾ 30, ജനറൽ പ്രിൻസിപ്പിൾ ഓഫ് ക്ലാസിഫിക്കേഷൻ. ഇത് വളരെ പ്രാധാന്യത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. ദി ക്ലാസിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ ഇൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് shall have closer reference to the function, program and activity of the government and the object of revenue and expenditure rather than the department in which revenue or expenditure occurs. അതായത് ക്ലാസിഫിക്കേഷൻ നിർണ്ണയിക്കുന്നത് ആ ചെലവ് ചെയ്യുന്നത് എന്ത് ലക്ഷ്യത്തിലാണോ അല്ലെങ്കിൽ എന്ത് ഓബ്ജക്റ്റ് അച്ചീവ് ചെയ്യാനാണോ, അതിൻ്റെ ഫങ്ഷൻ, പ്രോഗ്രാം, ആക്ടിവിറ്റി, അതിനെ ആശ്രയിച്ചാണ്, അതിനനുസരിച്ചിട്ടാണ് ആ ഹെഡ് ഓഫ് അക്കൗണ്ട് നിർണ്ണയിക്കപ്പെടുന്നത്. അല്ലാതെ അത് ആ ചെലവ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റിനെ ആശ്രയിച്ചിട്ടല്ല ആ ചെലവ് നിർണ്ണയിക്കുന്നത്. ഇത് വളരെ കൃത്യമായി ക്ലാസിഫിക്കേഷനിൽ നിങ്ങൾ അറിയേണ്ട ഒരു പോയിൻ്റാണ്. ഒരു ഉദാഹരണം വളരെ വ്യക്തമാക്കി തരാം. PWD incurs expenditure for the construction of a hospital. PWD ബിൽഡിങ്സ് ഡിവിഷൻ ഒരു ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഹോസ്പിറ്റൽ കൺസ്ട്രക്റ്റ് ചെയ്യുന്നു എന്ന് കരുതുക. ഹിയർ ദി എക്സ്പെൻഡിച്ചർ ഈസ് റിലേറ്റഡ് ടു ദ ഫങ്ഷൻ ഹെൽത്ത്. അപ്പോൾ ഇവിടെ ചെലവ് ചെയ്യുന്നത് ഹെൽത്ത് എന്ന് പറയുന്ന ഫങ്ഷന് വേണ്ടിയിട്ടാണ്. ഞാൻ പറഞ്ഞു ഫങ്ഷനൊക്കെ എന്താണെന്ന്. അപ്പോൾ ഫങ്ഷൻ ഹെൽത്താണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്, നോട്ട് ടു വർക്ക്സ്, അല്ലാതെ PWDക്ക് വേണ്ടിയിട്ടല്ല ഇത്. ഹെൻസ് ദി എക്സ്പെൻഡിച്ചർ ഷാൽ ബി ക്രെഡിറ്റഡ് അണ്ടർ 2210 മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത് ഓർ 4210 ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത്. അതായത് PWD ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി ഒരു ഹോസ്പിറ്റൽ കൺസ്ട്രക്റ്റ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ എക്സ്പെൻഡിച്ചർ ഡെബിറ്റ് ചെയ്യുന്നത് PWDക്കല്ല, മറിച്ച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒന്നുകിൽ 2210 മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ക്യാപിറ്റൽ ഹെഡായ 4210 ക്യാപിറ്റൽ ഔട്ട്ലേ ഓൺ മെഡിക്കൽ ആൻഡ് പബ്ലിക് ഹെൽത്ത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞതിന് ഒന്ന് രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്, അതുകൂടി നമുക്ക് നോക്കാം. The receipts representing interest are shown under 0049 interest receipt. അതായത് ഏത് തരം ഇൻട്രസ്റ്റ് റെസീറ്റ് ഗവൺമെൻറ്റിൻ്റെ അത് ക്രെഡിറ്റ് ചെയ്യുന്നത് 0049 എന്ന് പറയുന്ന മേജർ ഹെഡിലാണ്. The maintenance and repairs of non-residential buildings under the administrative control of PWD are classified under 2059 public works irrespective of the functions to which it relate. അതായത് ഇപ്പോൾ ഒരു ഹെൽത്ത് ഒരു ഹോസ്പിറ്റലിൻ്റെ പിന്നെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, അതുപോലെ ഒരു സ്കൂളിൻ്റെ റിപ്പയേഴ്സ് ആൻഡ് മെയിൻ്റനൻസ്, ഇതൊക്കെ പിന്നെ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആണെന്നോ അല്ലെങ്കിൽ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആയിരിക്കുന്നോ ആണ് നമ്മൾ ധരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ റിപ്പയർ വർക്ക്സ് എല്ലാം നടത്തുന്നത് എല്ലാ ഫങ്ഷണൽ നോൺ ഫങ്ഷണൽ ബിൽഡിങ്സിൻ്റെയും റിപ്പയർ വർക്ക്സ് ഈ സെൻട്രസ് വിത്ത് PWD ബിൽഡിങ്സ് ആണ്. അതുകൊണ്ട് ആ ചെലവുകളൊക്കെ 2059 എന്ന് പറയുന്ന PWDയുടെ എക്സ്പെൻഡിച്ചർ ഹെഡിലാണ് ഡെബിറ്റ് ചെയ്യപ്പെടുന്നത്. ഇത് വളരെ പ്രധാനമാണ്. ഇതോടുകൂടി അക്കൗണ്ട് കോഡിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വരുന്നത് കൊണ്ട് ഇനി ഞാൻ അടുത്ത എപ്പിസോഡിൽ വളരെ പ്രധാനപ്പെട്ട അക്കൗണ്ട് കോഡിൽ നിന്ന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ഒരു 25 ക്വസ്റ്റ്യൻസ് അടുത്ത എപ്പിസോഡിൽ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.
അതുകൊണ്ട് ഇതേവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾ ഒരിക്കൽ കൂടി നോക്കിയിട്ട് ആ എപ്പിസോഡിനെ കേൾക്കാനായിട്ടിരിക്കുക. താങ്ക് യു വെരി മച്ച്.